ഹലോ സുഹൃത്തുക്കളെ, ഈ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിലെ ശരിക്കും രസകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡീമിസ്റ്റിഫൈങ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്. അതായത് സങ്കീർണമായ കണക്കുകളെ നമുക്ക് പരിചിതമായ ആശയങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഈ സ്ക്രീനിൽ കാണുന്ന മനോഹരമായ ടീൽ ഗ്രീൻ വിഷ്വൽ എസ്തറ്റിക്കിലൂടെ ഈ വിഷയം വളരെ എളുപ്പത്തിൽ കളർഫുള്ളായി തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ വൈകിപ്പിക്കുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം. നമ്മളെപ്പോഴും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഉപയോഗിക്കുന്നവരല്ലേ, പിന്നെ എന്തിനാണ് പുതിയൊരെണ്ണം? ശരിയാണ്. പക്ഷേ സർക്യുലർ സിമെട്രിയുള്ളൊരു പ്രശ്നം വരുമ്പോൾ, ഉദാഹരണത്തിന് സ്പേസിലൊരു സിലിണ്ടറിനെ മാപ്പ് ചെയ്യാൻ പഴയ റെക്ടാങ്കുലർ ഗ്രിഡ്സ് ഉപയോഗിച്ചാൽ അത് വല്ലാതെ സങ്കീർണമാകും, അല്ലേ? ആകെ അലങ്കോലമാകും. അപ്പോൾ ഇതിനെ എങ്ങനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം? അതിനുവേണ്ടി നമുക്കൊരു പുതിയ ടൂൾ കൂടിയേ തീരൂ. ഇന്നത്തെ ഈ വിശകലനത്തില് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം നമ്മൾ റെക്ടാങ്കുലർ സിസ്റ്റത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കും. പിന്നെ നേരെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലേക്ക് കടക്കും. അതിനുശേഷം പോയിന്റ് ട്രാൻസ്ഫർമേഷൻസ്, മെട്രിക്സ് ട്രാൻസ്ലേഷൻ, പിന്നെ അവസാനമായി ഡിഫറൻഷ്യൽ എലമെന്റ്സ്. കേൾക്കുമ്പോൾ വലിയ വാക്കുകളായി തോന്നാമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഒന്നാമത്തെ സെക്ഷൻ, ദ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം അഥവാ ദി ആങ്കർ ഓഫ് ദ നോൺ. പുതിയൊരു കാര്യത്തിലേക്ക് പോകുന്നതിനു മുൻപ് നമുക്കറിയാവുന്ന കാര്യങ്ങളെ ഒന്ന് ഉറപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. ഇവിടെ നമുക്കേറ്റവും പരിചിതമായ കാർട്ടീഷ്യൻ എക്സ്, വൈ, സെഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിലെ വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സ്, വൈ, സെഡ് എന്നിവയാണ്. ഇവയുടെ റേഞ്ചസ് -∞ മുതൽ +∞ വരെയാണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കൽ ടേമാണ് ഓർത്തോഗണൽ. അതായത് ഇതിലെ യൂണിറ്റ് വെക്ടേഴ്സായ എക്സ്, വൈ, സെഡ് എന്നിവ പരസ്പരം ലംബമാണ്, അല്ലെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇതൊക്കെ നമ്മുടെ ബേസിക് റൂൾസ് ആണ്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം. ഇൻട്രൊഡ്യൂസിംഗ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് അഥവാ ദി അൺനോൺ റിവീൽഡ്. സിലിണ്ട്രിക്കൽ സിമെട്രിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള പുതിയൊരു ഫ്രെയിംവർക്കാണിത്. ഈ രണ്ട് സിസ്റ്റംസ് തമ്മിലുള്ള ഒരു താരതമ്യം നോക്കൂ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നമ്മൾ എക്സ്, വൈ, സെഡ് ഉപയോഗിക്കുമ്പോൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ അത് റോ, ഫൈ, സെഡ് ആയി മാറുന്നു. എന്നാൽ ഇവിടെ വളരെ കൗതുകകരമായൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹൈറ്റ് സൂചിപ്പിക്കുന്ന സെഡ് എന്ന വേരിയബിൾ രണ്ടിടത്തും ഒരേപോലെയാണ് നിൽക്കുന്നത്. അതെ, സെഡിന് യാതൊരു മാറ്റവുമില്ല. ഇതൊരു നിർണായകമായ സാമ്യമാണ്. അപ്പോൾ നമുക്ക് ഈ പുതിയ വേരിയബിൾസിനെ ഓരോന്നായി പരിചയപ്പെടാം. ആദ്യത്തേത് റോ അഥവാ റോ. എന്താണ് ശരിക്കും ഈ റോ? വളരെ ലളിതമായി പറഞ്ഞാൽ സെഡ് ആക്സിസിൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ഇത്. അതായത് ഒരു പോയിന്റിലൂടെ കടന്നുപോകുന്ന സിലിണ്ടറിന്റെ ജോമെട്രിക് റേഡിയസ് ആണ് റോ എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ വേരിയബിൾ നോക്കാം. അതാണ് ഫൈ അഥവാ ഫൈ. ഇതിനെ നമ്മൾ ആസിമുഥൽ ആംഗിൾ എന്നാണ് വിളിക്കുന്നത്. എക്സ് വൈ പ്ലെയിനിൽ എക്സ് ആക്സിസിൽ നിന്ന് നമ്മൾ അളക്കുന്ന ഒരു റൊട്ടേഷണൽ ആംഗിളാണിത്. ഇതൊരു ആംഗിളാണ് അഥവാ കോണളവാണെന്ന് പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം വരാം, ഈ പുതിയ വേരിയബിൾസിന്റെ മാത്തമാറ്റിക്കൽ ബൗണ്ടറീസ് എന്തൊക്കെയാണ്? റോ അഥവാ റേഡിയസ് എപ്പോഴും 0നും ∞ ഇടയിലായിരിക്കും, കാരണം ദൂരം ഒരിക്കലും നെഗറ്റീവ് ആകില്ലല്ലോ. ഇനി ഫൈ അഥവാ ആസിമുഥൽ ആംഗിൾ 0 മുതൽ 2π വരെയായിരിക്കും, അതായത് ഒരു പൂർണ്ണവൃത്തം. മുൻപ് പറഞ്ഞതുപോലെ സെഡിന്റെ റേഞ്ച് -∞ മുതൽ +∞ വരെ തന്നെ തുടരുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് സ്പേസിലൊരു പൂർണ്ണമായ സിലിണ്ടർ രൂപപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. സെക്ഷൻ 3, കാർട്ടീഷ്യൻ ടു സിലിണ്ട്രിക്കൽ ട്രാൻസ്ഫർമേഷൻസ് അഥവാ ബ്രിഡ്ജിംഗ് ദ സിസ്റ്റംസ്. പഴയ കാർട്ടീഷ്യൻ ഭാഷയിൽ നിന്ന് പുതിയ സിലിണ്ട്രിക്കൽ ഭാഷയിലേക്ക് പോയിന്റ്സിനെ എങ്ങനെ വിവർത്തനം ചെയ്യാമെന്ന് നോക്കാം. ഒരു കാർട്ടീഷ്യൻ പോയിന്റ് കിട്ടിയാൽ അതിനെ സിലിണ്ട്രിക്കൽ പോയിന്റാക്കി മാറ്റാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇക്വേഷൻസ് ആണിത്. ആദ്യം റേഡിയസ് കണ്ടുപിടിക്കാൻ റോ √x² + y². അടുത്തത് ആംഗിൾ കണ്ടുപിടിക്കാൻ φ tan 1 y/x. അവസാനമായി സെഡിന് യാതൊരു മാറ്റവുമില്ല, z തന്നെ. വളരെ സിമ്പിളാണല്ലേ? ഇനി നമുക്ക് തിരിച്ചു ചിന്തിക്കാം. സിലിണ്ട്രിക്കൽ സിസ്റ്റമിൽ നിന്ന് പരിചിതമായ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് തിരികെ പോകാനും ഇതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. എക്സ് ആക്സിസ് മാപ്പിംഗ് കിട്ടാൻ x ρ cos φ, y ആക്സിസ് മാപ്പിംഗ് കിട്ടാൻ y ρ sin φ. ഇവിടെയും സെഡിന് യാതൊരു മാറ്റവുമില്ല. ഇലക്ട്രോമാഗ്നറ്റിക്സിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമവാക്യങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അടുത്തതായി സെക്ഷൻ 4, ദി ട്രാൻസ്ഫർമേഷൻ മേട്രിസസ് അഥവാ ട്രാൻസ്ലേറ്റിംഗ് വെക്ടേഴ്സ്.
വെറും പോയിന്റ്സ് മാറ്റുന്നതിൽ നിന്ന് മാറി മുഴുവൻ വെക്ടർ ഫീൽഡ്സിനെയും എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന ഒരു സൂപ്പർ ആശയം ഉപയോഗിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മെട്രിക്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് റിലേഷൻഷിപ്സിനെ വളരെ കൃത്യമായി ഓർഗനൈസ് ചെയ്യുന്നു. കാർട്ടീഷ്യൻ വെക്ടേഴ്സിനെ സിലിണ്ടറിക്കൽ വെക്ടേഴ്സാക്കി മാറ്റാൻ ഈ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കണക്കിലെ സങ്കീർണതകൾ ഒഴിവാക്കാൻ ഒരുപാട് സഹായിക്കും. ഇനി ഇത് നോക്കൂ, ഇതെന്റെ ഇൻവേഴ്സ് മാട്രിക്സ് ആണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗ്രിഡിലെ ചിഹ്നങ്ങൾ ഫ്ലിപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സിലിണ്ടറിക്കൽ വെക്ടേഴ്സിനെ തിരികെ കാർട്ടീഷ്യനാക്കി മാറ്റാൻ ഈ മാട്രിക്സാണ് നമ്മളെ സഹായിക്കുന്നത്. ഇത് രണ്ടും വളരെ യൂസ്ഫുൾ ആയ ടൂളുകളാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ 5 ഡിഫറൻഷ്യൽ എലമെന്റ്സ് അഥവാ ദ കാൽക്കുലസ് ടൂൾ കിറ്റ്. ഇതൊരു കിടിലൻ കാൽക്കുലസ് ടൂൾ കിറ്റാണ്. സ്പേസിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെ, അതായത് ടൈനി ചേഞ്ചസിനെ എങ്ങനെ അളക്കാമെന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ആദ്യത്തേത് ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് അഥവാ DL. ഇതിലൊരൽപ്പം കൗതുകകരമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആംഗിളായ d⁵നെ നമ്മൾ വെറുതെ അവിടെ എഴുതിയാൽ പോരാ, അതിനെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്കതൊരു യഥാർത്ഥ ലെങ്തായി കിട്ടുകയുള്ളൂ. അതാണ് നമ്മൾ റോ d⁵ a⁵ എന്നെഴുതിയിരിക്കുന്നത്. അടുത്തത് ഡിഫറൻഷ്യൽ നോർമൽ ഏരിയാസ്. ഒരു സിലിണ്ടറിൽ നമുക്ക് പ്രധാനമായും 3 രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഏരിയാസ് ഉണ്ടാക്കാം. ഇതിന്റെ പ്രാധാന്യം എന്താണെന്നോ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഏരിയാസാണ് ഉപയോഗിക്കുന്നത്. അത് സർഫസ് ആയാലും പ്ലെയിൻ ആയാലും ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം ആയാലും ഈ 3 ഫോർമുലകൾ നമ്മളെ സഹായിക്കും. ഇനി ഈ 3 കോമ്പണന്റ്സും തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ വോള്യം സ്കേലർ ഇക്വേഷൻ കിട്ടുന്നു. അതാണ് dV = റോ d⁻ρ d⁵ dz. ഇതോടെ നമ്മുടെ പവർഫുള്ളായ മാത്സ് ടൂൾ കിറ്റ് പൂർണ്ണമാവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, നമ്മൾ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചത് എന്ന്. ഈ വരികൾ അതിനുള്ള കൃത്യമായ ഉത്തരമാണ്. അനുയോജ്യമായ ഒരു കോർഡിനേറ്റ് സിസ്റ്റം തിരഞ്ഞെടുക്കുന്നത് വഴി നമുക്ക് ഒരുപാട് സമയവും പ്രയത്നവും ലാഭിക്കാം. അതെ, ഇലക്ട്രോമാഗ്നറ്റിക്സിലെ വലിയ വലിയ കാൽക്കുലേഷൻസ് വളരെ എളുപ്പമാക്കാൻ ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനൊരു ചോദ്യം ഇട്ടു തരികയാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഒരു സിലിണ്ടറിനെ നമുക്ക് എളുപ്പത്തിൽ മാപ്പ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ഫിയറിനെ, അതായത് ഒരു പൂർണ്ണ ഗോളത്തെ മാപ്പ് ചെയ്യാൻ നമുക്ക് ഏത് തരം മാത്തമാറ്റിക്കൽ വേരിയബിൾസ് ആയിരിക്കും വേണ്ടിവരിക? ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെ, അതാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. അതിനെക്കുറിച്ച് നമുക്ക് വരും വിശകലനങ്ങളിൽ വിശദമായി സംസാരിക്കാം. അതുവരയ്ക്കും കീപ് ലേണിംഗ് ആൻഡ് സ്റ്റേ ക്യൂരിയസ്. നന്ദി.